ഉണ്ട് ബിനുക്കുട്ടനാണ്. നമ്മൾ 10-300-400 രൂപയ്ക്ക് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ ആദ്യം 10-300 ഈ അടിച്ച ഡീസലിൻ്റെ പൈസ ഓടിയെടുത്താൽ മാത്രമേ നമുക്ക് ലാഭം വരുന്നുള്ളൂ. പക്ഷേ ഇലക്ട്രിക് വണ്ടിക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. 100 രൂപയ്ക്കെങ്കിൽ 100 രൂപ, അതങ്ങനെ 100 രൂപയ്ക്ക് കണ്ടു ജാവുകയാണെങ്കിലും അതിൻ്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഇരട്ടി എന്നല്ല, ഒരു 10,500 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ നാട്ടിൻ പ്രദേശങ്ങളെ ഓട്ടോക്കാർ പറയുന്നത്, ഇലക്ട്രിക് ഓട്ടോക്കാർ പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡീസൽ വണ്ടി വെച്ച് നോക്കുമ്പോൾ, പെട്രോൾ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് തന്നെയാണ് നല്ലത്. കാരണം ഒന്നും പൊല്യൂഷൻ ഇല്ല, സൗണ്ട് ഇല്ല, വൈബ്രേഷൻ ഇല്ല, കുലുക്കമില്ല, അനക്കമില്ല, ആവിയില്ല എന്ന് പറഞ്ഞാൽ നിശബ്ദമായ ഒരു വാഹനമാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് തിരിയുന്നത് നല്ലതാണ് എല്ലാവരും. ഞാനിനി എടുക്കുവാണെങ്കിൽ ഇലക്ട്രിക് വാഹനം എടുക്കും. കാരണം നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഒരു 4-5 ഇലക്ട്രിക് വാഹനമായി. അവർ പറയുന്നുണ്ട് നല്ല ലാഭമാണ്. പിന്നെ നമ്മുടെ ഡീസൽ വണ്ടിയെ പോലെയും പെട്രോൾ വണ്ടിയെ പോലെയും പോലെ മെക്കാനിക്കൽ പണിയോ എഞ്ചിൻ പണി ഗിയർ ബോക്സ് പണി ഇങ്ങനെ സംഭവങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കൃത്യമായിട്ട് എല്ലാ കമ്പനിക്കാരും വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്കും മോട്ടറിന് പിന്നെ 1.25 ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി. എഞ്ചിനല്ല, മോട്ടറിനും ബാറ്ററി അങ്ങനെയുള്ള സാധനത്തിനെല്ലാം വാറണ്ടി കൊടുക്കുന്നുണ്ട്. മറ്റ് സെൻസറിനെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്തായാലും മെനക്കെടുവാണ്. ഓട്ടോറിക്ഷ പ്രസ്ഥാനം കൊണ്ട് മെനക്കെടുവാണ്. നമുക്ക് മെനക്കെടുന്നതിൻ്റെ അത്രയും ലാഭം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ അതല്ലായിരിക്കും, മെനക്കെടുന്ന ലാഭം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം അറിയാമല്ലോ, നമ്മുടെ ഡീസൽ വണ്ടിയായാലും പെട്രോൾ വണ്ടിയായാലും ഈ പറഞ്ഞതുപോലെ ഓടി എടുക്കുക എന്നുള്ളത്, നമ്മളിപ്പോൾ 300 ഡീസൽ അടിച്ചാൽ ആദ്യം ആ 300 ഓടി എടുക്കണം. 300 ഓടി എടുത്തതിന് ശേഷമാണ് വല്ല ലാഭം നമുക്ക് ഓടിയെടുക്കാൻ പറ്റും, അല്ലേ? നമ്മൾ ആദ്യം 300 കൈന്നിട്ടാണ് ഡീസൽ പെട്രോളിൽ അടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇലക്ട്രിക് വണ്ടിക്ക് ആ പ്രശ്നമില്ല, അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വാഹനത്തിലേക്ക് തിരിയും. ഇനിയിപ്പം നോക്കിയോ, ഇനി മൊത്തം ഇലക്ട്രിക് വാഹനമായിരിക്കും. ഇപ്പോൾ ആരും പുതുതായിട്ട് ഇറങ്ങുന്നവരെല്ലാം, പുതുതായിട്ടല്ല, വണ്ടി കൊടുക്കുന്ന ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും ഉപയോഗിച്ച് കൊടുക്കുന്നവരെല്ലാം ഇപ്പോൾ എടുക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്.